नमस्कार, मैं हूं अंजना और आप देख रहे हैं मानव अधिकार सेना मीडिया से सबसे तेज, सबसे पहले सर्वाधिक खबरों वाला चैनल जो आपको निष्पक्ष सच्ची खबरें सबसे पहले मानव अधिकार सेना मीडिया से मिलती हैं। കേരളം വ്യാജ ഭിന്നശേഷിക്കാരുടെ ഈറ്റില്ലമോ? മാനവാധികാർ സേന മീഡിയ ന്യൂസ് എക്സ്ക്ലൂസീവ്. നമസ്കാരം, മാനവാധികാർ സേന മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ സർക്കാർ ജോലിക്കായി വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി സർക്കാർ ജോലിയിൽ കയറിയ വ്യക്തികളുടെ തെളിവുകളാണ് മാനവാധികാർ സേന മീഡിയ ന്യൂസിലൂടെ പുറത്തുവിടുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലുമാണ് ഈ തട്ടിപ്പ്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത് കോഴിക്കോട്, പത്തനംതിട്ട ജില്ല എന്നിവിടങ്ങളിലാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇത് അജ്മൽ MP, കോഴിക്കോട് വടകര സ്വദേശി. 60% കാഴ്ച പരിമിതിയുള്ള സർട്ടിഫിക്കറ്റ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സംഘടിപ്പിച്ച് ഭിന്നശേഷി സംവരണാടിസ്ഥാനത്തിൽ കാറെടുക്ക എന്ന സ്ഥലത്ത് PSC മുഖേന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി അധ്യാപകനാണ്. ഭിന്നശേഷി സംഘടനയുടെ നേതാവായും പ്രവർത്തിച്ച ഇദ്ദേഹത്തെ വ്യാജ ഭിന്നശേഷിക്കാരനാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ സംഘടനയിൽ നിന്നും പുറത്താക്കി. 60% കാഴ്ച പരിമിതിയുള്ള അജ്മൽ MPക്ക് 6/7/2009 കോഴിക്കോട് വടകര RTOയിൽ നിന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസും അനുവദിച്ചിരിക്കുന്നു. 60% കാഴ്ച പരിമിതിയുള്ള വ്യക്തി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത്. ഇത് രാഗിഷ MK, കോഴിക്കോട് വടകര സ്വദേശി. കണ്ണൂർ ജില്ലയിലെ ചൊവ്വ ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. 40% കാഴ്ച പരിമിതി സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സംഘടിപ്പിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ച വ്യക്തിയാണ്. 22/3/2019 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്, മോട്ടോർ സൈക്കിൾ വിതൌട്ട് ഗിയർ ലൈസൻസും കോഴിക്കോട് വടകര RTOയിൽ നിന്നും ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 40% കാഴ്ച പരിമിതിയുള്ള രാഗിഷ കണ്ണട പോലും വെക്കാതെയാണ് വാഹനമോടിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും. ഇവർക്ക് പ്രത്യക്ഷത്തിൽ യാതൊരു അംഗവൈകല്യവും കാണുന്നില്ല. ഇവർ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ ഏജന്റായും പ്രവർത്തിച്ചു വരുന്നു. ഇത് ഹുദ ഖദീജ, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി. കോഴിക്കോട് കുന്നംകുളങ്ങര AMUP സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. ഇവർ PSCയുടെ പുതിയ LP-ST ലിസ്റ്റിലും കാഴ്ച പരിമിത സംവരണ വിഭാഗത്തിലുണ്ട്. ഭിന്നശേഷി നേത്ര വിഭാഗം സംവരണാടിസ്ഥാനത്തിലാണ് ഇവരും ജോലിയിൽ കയറിയിരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് ഹുദ ഖദീജയ്ക്ക് നേത്ര ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. 8/7/2019 കോഴിക്കോട് കൊയിലാണ്ടി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഹുദ ഖദീജയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിൽ ഇവർ നേത്ര ഭിന്നശേഷി വിഭാഗത്തിൽ പെട്ടിട്ടുമില്ല. റീന കല്ലങ്കോട്, വടകര സ്വദേശി. 40 വയസ്സിനോടടുത്ത് മാനുഷികമായി ഉണ്ടാകുന്ന സ്വാഭാവിക കാഴ്ചക്കുറവിന് 49 വയസ്സിൽ കോഴിക്കോട് കുറ്റ്യാടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഭിന്നശേഷി സംവരണ സീറ്റിൽ PSC മുഖേന കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. 2025 ജൂൺ മാസത്തിൽ പത്ര-ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് 2025 ജൂൺ 30 ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയ കണ്ണു ഡോക്ടർ ഡ്യൂട്ടിയിൽ നിന്നും സ്വയം വിരമിച്ചു. സർട്ടിഫിക്കറ്റിൽ ഒപ്പുവച്ചത് കണ്ണുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് എന്നുള്ളത് ഒരു വിചിത്രമായ കാര്യമാണ്. ഇത് KA താജുദ്ദീൻ, പത്തനംതിട്ട കുമ്പഴ കുലശേഖരപതി സ്വദേശി. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ഇദ്ദേഹം 2004 പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർക്ക് കൈക്കൂലി നൽകി 40% ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭിന്നശേഷി സംവരണാടിസ്ഥാനത്തിൽ പഞ്ചായത്ത് LD ക്ലാർക്കായി 2006 പ്രവേശിച്ചു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ പത്തനംതിട്ട റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും കരസ്ഥമാക്കിയിട്ടുള്ളതുമാണ്. രൂപമാറ്റം ചെയ്യാത്ത മോട്ടോർ സൈക്കിളിലാണ് 40% കാലിന് ലോക്കോ മോട്ടോർ ഡിസേബിലിറ്റി ഉള്ള താജുദ്ദീൻ പത്തനംതിട്ട ടൗണിലും പരിസര പ്രദേശത്തും കറങ്ങി നടക്കുന്നത്. രൂപമാറ്റം ചെയ്യാത്ത 4 വീലർ സ്വയം ഡ്രൈവ് ചെയ്താണ് താജുദ്ദീൻ കുമ്പഴ കുലശേഖരപതിയിൽ നിന്നും ഇപ്പോൾ ജോലി ചെയ്യുന്ന ഐരൂർ ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നത്.
ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള കലാരൻ പത്തനംതിട്ട എന്ന ട്രൂപ്പിൽ 2 കാലും ഉപയോഗിച്ച് നൃത്തം ചെയ്തതും കാണുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലക്കാരനാണ് ഇദ്ദേഹം. മെഡിക്കൽ ബോർഡിനെയും സർക്കാരിനെയും പൊതുജനത്തെയും PSCയെയുമാണ് ഈ വ്യാജ ഭിന്നശേഷിക്കാർ കബളിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ജോലി നേടുക എന്ന ദുരുദ്ദേശത്തോടുകൂടി മാത്രമാണ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളം വ്യാജ ഭിന്നശേഷിക്കാർ കൈയടക്കിയോ? യഥാർത്ഥ ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് ലഭിക്കേണ്ട അവസരമാണ് ഈ വ്യാജന്മാർ കൈയടക്കിയിരിക്കുന്നത്. IPC സെക്ഷൻ 420, 468, 471, 409 എന്നീ വകുപ്പുകൾ അനുസരിച്ച് 7 വർഷം വരെ തടവും ഒപ്പം സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ പണം പലിശ സഹിതവും സകല ആനുകൂല്യങ്ങളും തിരികെ അടയ്ക്കുകയും വേണം എന്നിരിക്കെയാണ് യാതൊരു ഭയവും കൂടാതെ ഈ വ്യാജന്മാർ PSCയെയും സർക്കാരിനെയും കബളിപ്പിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. യഥാർത്ഥ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട അവസരമാണ് ഈ വ്യാജന്മാർ കൈയടക്കി വിലസുന്നത്. ഭിന്നശേഷി സംവരണാടിസ്ഥാനത്തിൽ കയറിപ്പറ്റിയവരുടെ ഭിന്നശേഷി പുനർപരിശോധിക്കണം. കേരളത്തിൽ 10,000-ലേറെ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകി ജോലിയിൽ പ്രവേശിച്ചവർ ഇനിയുമുണ്ട്. ഇവർക്കെതിരെ ഭിന്നശേഷി സംഘടനകൾ, ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് ന്യൂഡൽഹി എന്നിവർ സംയുക്തമായി ചേർന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട DGP, പഞ്ചായത്ത് സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരം, വിജിലൻസ് ഡയറക്ടറേറ്റ് കോഴിക്കോട്, ക്രൈംബ്രാഞ്ച്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നിവിടങ്ങളിൽ പരാതി നൽകുകയും പരാതിയിന്മേൽ അന്വേഷണം പുരോഗമിച്ചും വരുന്നു. ഇത്തരം വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ച വ്യാജന്മാരെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മാനവാധികാർ സേന മീഡിയ ന്യൂസ്, ന്യൂഡൽഹി, കോഴിക്കോട്. अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें, सब्सक्राइब करें। ऐसे ही लेटेस्ट खबर पाने के लिए हमारे चैनल का बेल आइकन दबाना ना भूलें। अगर आप हमें फेसबुक, ट्विटर, इंस्टा के माध्यम से देख रहे हैं तो फॉलो, कमेंट करना ना भूलें। धन्यवाद।